I want to say in a very strong manner that the second half, that is what is beginning June, from June, we are going to see supernatural miracles, supernatural healings, supernatural, because the word for this year is enlarge, stretch out. ഈ ജൂൺ മാസം ആരംഭിക്കുമ്പോൾ മുതൽ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഇയർ ഓഫ് എൻലാർജ്മെന്റ് എന്നുള്ളതിന്റെ അടുത്ത പടി നിവർത്തിക്കപ്പെടും. അത്ഭുത രോഗസൗഖ്യങ്ങളിൽ, വിശാലതകളിൽ, വിടുതലുകളിൽ, അത്ഭുതകരമായ പ്രവൃത്തികളിൽ, അത് ഈ സെക്കൻഡ് ഹാഫിൽ അതിന്റെ അടുത്ത നിലയിലേക്ക് ആ ദൂത് വെളിപ്പെടുകയാണ്. Because the loving kindness of God is going to manifest in such a manner. In my spirit, I am excited that we are going to see such an outpour of the power of the Holy Spirit that we have never ever conceived. ദൈവത്തിന്റെ ലവിംഗ് കൈൻഡ്നസ്, ആ മഹാകൃപ, അത് കർത്താവിനെ വെളിപ്പെടുത്തണം. തന്റെ ജനത്തോടുള്ള അവിടുത്തെ സ്നേഹം, ആ കരുണ നമുക്ക് തരുന്ന അത്ഭുതങ്ങളിലൂടെ ലോകത്തിനും വെളിപ്പെടുത്തി കാണിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. God is going to do something amazing, and I know it is going to be revealed in everyone who will walk with God in his fellowship. തന്റെ കൂട്ടായ്മയിൽ തന്നോട് ചേർന്ന് നടക്കുന്ന എല്ലാ മക്കൾക്കും ഈ മഹത്വമേറിയ ഒരു നിലവാരത്തിൽ തന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. The Gentiles shall see your righteousness, and all the kings your glory. You shall be called by a new name, which the mouth of the Lord will name, is what he's talking about the second half of 2021. Isaiah 62 verse 2 and 3. യെശയ്യാപ്രവചനം 62-ന്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. Oh, this is something amazing. Wherever you are working, the glory of God in you, when you know the right thing, when you hear the right message, the word of God will magnify the glory inside of you, that people won't be able to ignore you. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിന്റെ ഈ പ്രകാശം നിങ്ങളെ അവിടെ ശോഭിപ്പിക്കും. ആ മനുഷ്യർക്ക് നിങ്ങളെ അവഗണിക്കാനാവാത്ത വിധം നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവകൃപ ഈ ദൂതിൽ പറയുന്നത് പോലെ നിങ്ങളെ അവിടെ അവഗണിക്കാൻ പറ്റാതെ ശോഭിപ്പിക്കും. Know that you are blessed. Know that you are accepted. Know that you are in the perfect plan of God. Never allow the devil to tell you you are useless. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ദൈവം നിങ്ങളെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്ന് ഉറപ്പായ ബോധ്യത്തിൽ വേണം നിങ്ങൾ നടക്കാൻ. പിശാച് ഒരിക്കലും വന്ന് നിന്നെ കൊള്ളത്തില്ല, നീ നിന്റെ കുറവാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും താക്കാൻ സമ്മതിക്കരുത്. ദൈവം നിങ്ങളെ സ്വീകരിച്ച സ്വീകാര്യതയെ കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ തല ഉയർത്തി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുക. Let there be an expectation, a high expectation of good things, because the glory is good. God is good. His inheritance is what we are. Something mighty and extraordinary is going to happen. ആകയാൽ ഇനിയും ചില നന്മകൾ, ശ്രേഷ്ഠമായ നന്മകൾ എനിക്ക് വരാൻ പോകുന്നുള്ള ഒരു പ്രതീക്ഷ വരട്ടെ, അകത്ത് അതിനുവേണ്ടി ഒരു വാഞ്ച വരട്ടെ, അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് അത് നിന്നിലൂടെ കാണിക്കാൻ കർത്താവ് ആഗ്രഹിക്കും. That the power of faith which is in you is going to be manifested in an immeasurable manner. If the word says so, that is what is going to happen also. നിന്നിലുള്ള ദൈവശക്തി അളർന്നുകൂടാത്ത വിധത്തിൽ നിന്നിൽ പകർന്നിരിക്കുക. അത് ലോകം അത്ഭുതപ്പെടുന്ന പോലെ വെളിപ്പെടുത്താൻ ഈ നാളുകളിൽ തന്നെ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ ദൂതന്റെ രണ്ടാം ഭാഗത്തേക്ക് അത് ചെയ്യുക. It is something which the Lord will call you by his name. The Lord calls you blessed. The Lord calls you righteousness. The Lord says, I'm going to give the diadem, meaning even an authority that you will sit with the kings.